നാരങ്ങ നീര് ഇങ്ങനെ അങ്ങ് കൊതിയാവണ ചേച്ചി. ചെമ്മീൻ കരട. കരടയാ? കരട എന്നുവെച്ചാ അതൊരു കറി. ഞാനിപ്പോ തീർക്കുവേ. ഞാൻ തീർത്തളയും നീ വന്നില്ലെങ്കിൽ. പപ്പായ കഴിക്കേണ്ട രീതി എങ്ങനെയാന്ന് കാണിച്ചിട്ട്. ഉപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, മതി. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞു വയ്ക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആഹാ ഇതിങ്ങനെ നിനക്ക് പപ്പങ്ങ ഇഷ്ടമല്ലല്ലോ? എനിക്ക് വേണം. എങ്ങനെ വഴിക്കുവാ? നമുക്ക് കറി വെക്കാൻ പോവാം. പോവാം. ഇതെടുത്തോ, എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തോ, ബാക്കി ഞാൻ എടുത്തോ. മതി വാ.
ആഹാ ചേച്ചി വീണ്ടും തുടങ്ങിയ വെള്ളത്തിൽ കലക്കാൻ. വെള്ളത്തിൽ കലക്കിയ കറി. ഞാൻ വെള്ളത്തിൽ കലക്കിയ കറി കഴിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെടായിക വല്ലതും ഉണ്ടോ? ഇല്ല. ആ അതാ വ്യത്യാസം. ഇത്ര ഉള്ളു എന്തിന്? ഇത്രേ ഉള്ളൂ, എളുപ്പ പരിപാടി. ഇത്ര ഉള്ളി എന്തിനാണ് ഞാൻ ചോദിച്ചത്. ഇത്രേ ഉള്ളൂ. ഞാൻ വെച്ച് ഇത്രേ ഉള്ളോ എന്ന് ചോദിക്കാൻ വരികയെന്ന് വിചാരിച്ചു. ഇതാ നോക്കിക്കോ, ഇത്ര ഉള്ളി എന്തിനാ? എന്താ എളുപ്പമെന്ന് പറയാ കറി ഉണ്ടാക്കാൻ? ഒന്നും വേണ്ട, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട, കറിവേപ്പില പോലും വേണ്ട. ഇത് ചെമ്മീൻ കരട. കരടയാ? കരട എന്ന് വെച്ചാ അതൊരു കറി. നല്ല കരട. ഈ കറിയുടെ പേരിങ്ങനെയാ മാടും. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഇനി ഉള്ളി വെന്ത് ഒടഞ്ഞു വരും. അപ്പോഴേക്കും നമുക്കേ രസത്തിനുള്ള കൂട്ട് റെഡിയാക്കാം. നീ ഇത് കഴുകി കൊണ്ടുവന്നിട്ട് ഇത് അടച്ചു വെക്കും. ചേച്ചി എനിക്ക് രസം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ? എൻ്റെ അമ്മയെ സന്തോഷം. ഉണ്ടാക്കിക്ക. ഇതാ ജീരകം എടുത്തിട്ട് 2 സ്പൂൺ ജീരകം എടുത്തിട്ട്. ജീരകടെ? ആ ഓക്കെ. ഇതാണ് ജീരകം. സോറി. ഇനി 1/2 സ്പൂൺ ഉലുവ ഇടും. 1/2 സ്പൂൺ. ഇതാ ഇത്ര മതി. കുറച്ചുകൂടെ ഇട്ടോ, ഇത്തിരി ഇടാം. ഇത്ര മതിയോ? ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. ഒരു സ്പൂൺ മുളക് പൊടി ഇടും. ഇനി 2 സ്പൂൺ കുരുമുളക് പൊടി ഇടും. ഇതോ? ഇട്ടോ, കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടോ. കുറച്ചിടാം. അവിടെ മല്ലിപ്പൊടി 1/2 സ്പൂൺ ഇടും. ഇതോ? ഇത്ര മതിയോ? ആ മതി. വെളുത്തുള്ളി ഇടും. ആദ്യം അത് ഇടിച്ചേ, ജീരകം ഒന്ന് പൊടിയട്ടെ. ഇത് ഫുൾ പൊടിയല്ലേ ചേച്ചി? അടിയിൽ ജീരകം. നോക്ക് മതിയോ? ആ മിടിക്ക്. വെളുത്തുള്ളി തൊലി ഇട്ടോ. നോട്ടെ. ഓക്കെ. നീ കൈ കഴുകിയായിരുന്നോ? കൈ കഴുകിയിട്ട് വാ. നാന്താത്തേക്ക് വാരിയിടത്. പുറത്തിട്ടോ? ഇട്ടോ. നീ 1.5 സ്പൂൺ ഉപ്പ് എടുത്തിട്. ഞാൻ തന്നെയാണോ? ഇട്ടോ. ഇട്ടോ. ഇനി ഇടും. മതിയോ? മതി. ഇനി അത് ഞരട് കൈ വെച്ചിട്ട് അതിന്റെ പൊക്കത്ത് എടുത്ത് വെക്കി. എണീറ്റ് നിന്നാ എങ്ങനെയെങ്കിലും ഞരട് നല്ല അമർത്തി ഞരട്. ഞാൻ തക്കാളിയൊക്കെ ചപ്പിക്കാനേ.
ഉടച്ചോ, നല്ലതായിട്ട് ഉടച്ചോ. ഇനി പുളിവെള്ളം ഒഴിക്കാം. ഞാൻ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കി. ഈ സ്പൂൺ എന്റെ കൈ രസമായോ? ഉപ്പും പുളി ഉണ്ടാ നോക്കിയേ. കറക്റ്റ് ആണോ? പുളിയൊക്കെ ഉണ്ടോ? കുറച്ചുകൂടെ പുളി വേണോ? പുളി വേണ്ട, ഉപ്പ് വേണം. ആളു രസത്തിന്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. പിന്നെ ഞാൻ അവിടെ ഒരു ചട്ടി കഴുകി വെച്ചിട്ട് അതെടുത്തുണ്ടോ, അതിൽ വെക്കാ രസം. ചട്ടിയോ? കണ്ടു കണ്ടു. മൈ ഗോഡ്. ഞാൻ കൈ ഒന്ന് കഴുകിട്ടെ. വന്നിട്ട് ഇത് ഉപ്പുണ്ടാ നോക്കിയേ. അതാ ചേച്ചി. ഉണ്ടോ? നാരങ്ങ ഒഴിച്ചോ ചേച്ചി? ഇല്ലോ, ഇതിലൊന്നുമില്ല. നമ്മുടെ കരടയായി. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓക്കേ. മാളുവേ, നമ്മൾ നേരത്തെ രസത്തിന്റെ അവിടെ കൊണ്ട് വെച്ച് ഉപ്പ് കൊടുത്തിട്ട് വരുമോ? നോക്കട്ടെ, ഉപ്പ് ഉണ്ടോ ഇല്ല നോക്കട്ടെ. ഇതിങ്ങനെ ചാറോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ചാറോടെ കഴിക്കാം. വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോ എങ്ങനെ എടുക്കുന്നു? കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കൊഞ്ചി വെന്താ? കൊഞ്ചിനൊന്നും വലിയ വേവില്ലവാ. ഒരു 2-3 മിനിറ്റ്. വേളു, ഞാൻ അതേ കരട മാറ്റാൻ പോവായി. ഞാനേ നീ ആ ചട്ടി എടുത്ത് വെക്കിട്ടോ. ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. സൂക്ഷിച്ചേ. മാളുവേ, എന്തോ രസമായി. വാ, കായപ്പൊടി ഇട്ടോ. വേണമെങ്കിൽ നിനക്ക് ഒരു നുള്ളു പഞ്ചസാര ഇടാട്ടോ. വേണമെങ്കിൽ. വേണ്ട. പഞ്ചസാര എന്തിനാ? അത്
ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാ. ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ മതിയേ. ഇതാ മല്ലിച്ചീര കേട്ടോ. അപ്പൊ ഇന്നത്തെ രസം മുഴുവൻ ഉണ്ടാക്കിയത് നീയാണേ. കൊള്ളൂല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ചേച്ചി പറഞ്ഞിട്ടല്ലേ കേട്ടെ. എന്റെ പൊന്നടാവേ. ഇനി ഇത് താളിച്ചിറക്കണമെങ്കിൽ താളിച്ചു ഇറക്കാം. താളിച്ചു കടുക് പൊട്ടിക്കില്ലേ? ഓ ഓ പൊട്ടിക്കണോ? വേണ്ട വേണ്ട, ഇങ്ങനെ മതി. ഓ ശരി, നമുക്ക് കഴിക്കാം. ഓക്കേ. രസം കൂട്ടി കഴിച്ചു നോക്കൂ. വേറെ ലെവൽ.